വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഷാർജയിൽ നിന്ന് വരുന്നത്. വിമിജിയുടെ ആത്മഹത്യയും കുഞ്ഞിന്റെ മരണവും ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഷോക്കായതാണ്. എന്നാൽ ആ തീരും മുമ്പേ വീണ്ടും ഒരു പെൺകുട്ടി ഷാർജയിൽ ഇതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ പീഡനം കാരണം മരണപ്പെട്ടിരിക്കുകയാണ്. ഷാർജ പോലീസ് ഇതവണ കേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതുല്യ എന്നാണ് പേര്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതം. അതിൽ അവർക്ക് 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ അതുല്യയുടെ പാരൻസിന്റെ ഒപ്പം കാലങ്ങളായിട്ട് നാട്ടിലാണ് പഠിക്കുന്നതും വളരുന്നതൊക്കെ. സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അറിയാം അതുല്യ ഇതുപോലൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്, നരകയാതന അനുഭവിക്കുകയാണ്, ഇങ്ങനെ ഹസ്ബൻഡ് നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നൊക്കെ. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പൊന്നുമക്കളെ, നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി വിവാഹം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ജോലിയൊന്നും ഉപേക്ഷിക്കല്ലേ. കാരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറയാണ്. ഇനി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കുന്നവരോട് നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കാലം മുന്നോട്ട് പോകും? നിങ്ങൾ എങ്ങനെയെങ്കിലും അതിന് നിസ്സഹായമായ അവസ്ഥയാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, എങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ജീവൻ പോകുന്നതിനേക്കാളും ഭേദമല്ലേ അത്?